നല്ല നല്ല ആൾക്കാരും നല്ല പെൺപിള്ളേരും ഉണ്ട് കേട്ടോ, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടുണ്ട് സോദി. ഞാൻ ഇത്രയും ഭയങ്കരമായിട്ട് മോഡേണാണ്. ഞാൻ എന്നിട്ട് കൂടി അവളെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ക്യാമറയ്ക്ക് വരുന്നതിനപ്പുറക്കാളും മോഡലാണ് ഞാൻ കേട്ടോ ഡ്രസ്സിങ്ങിലെ. പിന്നെ ക്യാമറയിൽ വന്നിട്ട് അതൊരു നമ്മൾ ഓവർ മോഡേണായിട്ട് ഇടുമ്പോൾ നിങ്ങൾ നമ്മളെ നെഗറ്റീവിൽ അടിയിൽ കമൻറ്റ് ചെയ്ത് നമ്മളെ കൊല്ലും. അവൾ വെറും സിമ്പിളാണ്, പക്ഷേങ്കിൽ എന്നെ ഭയങ്കര കാര്യമാണ്. എപ്പോഴും എനിക്ക് അവളെ വീട്ടിൽ കയറി പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചേട്ടനായാലും അത് അത്രയും സ്നേഹവും കാര്യമൊക്കെയാണ്. എന്നെ അങ്ങ് ജീവനാണ്. അതുപോലെ തന്നെ ഷമ്മു, അങ്ങനെ കുറേ പേരുണ്ട്. പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ കുറേ ഗ്രൂപ്പുകളുണ്ട്, അതിലുള്ളവരൊക്കെ എന്നെ അത്രയും സ്നേഹവും കാര്യവും ഒക്കെയാണ്. അവിടെ എന്തോ പണി നടക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയത്. ഞാൻ എന്താ പറഞ്ഞു വന്ന ചെക്കന്മാരെ കാര്യം. അവരോട് കൂട്ടുകൂടുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെന്തെങ്കിലും വിഷമങ്ങൾ ഇതിൽ തന്നെ കണ്ടില്ലേ. മുന്നു എന്ന് പറയുന്ന ആളാണ് എന്നോട് പറഞ്ഞു ഒന്ന് ഉറങ്ങ് എന്ന് പറഞ്ഞത്. കാരണം അത്രയും നമ്മൾ ഇതാക്കുന്നുണ്ട്. പിന്നെ രതീഷ് എന്ന് പറഞ്ഞേട്ടൻ, ഞാനിത് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ആൾ ഓടി വന്ന് പറയുന്നത്. സത്യമായിട്ടോ നിങ്ങളെയൊക്കെ ഒന്ന് സല്യൂട്ട് ചെയ്യണം. എന്നോട് അത്രയൊക്കെ കെയർ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള. എന്നെ പറയാണ്ട് എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് എന്നെ ചെറുതിലൊന്നും സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അച്ഛനും അമ്മയൊന്നും അടുത്തൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കിട്ടാത്തതിൻ്റെ സ്നേഹം എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ ഇപ്പോഴാണ് കുറേ ആയിട്ട് എന്നെ കെയർ ചെയ്യുന്നത്, സ്നേഹിക്കുന്നതൊക്കെ. ഞാൻ പറയേണ്ടി തന്നെ എൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും എനിക്ക് വേണ്ടി ഇതാക്കുന്നത്. അപ്പോൾ ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നല്ല, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഫ്രണ്ട്സിനൊക്കെ അറിയാം. ഇപ്പോൾ രൺബിയാലത് ശബരി അവർക്കൊക്കെ അറിയാം. അവർ നല്ല മോട്ടിവേഷനാണ് എനിക്ക്. അപ്പോൾ അറിയാത്ത ഒരാൾ വന്നിട്ട് എനിക്ക് വേണ്ടി അത്രയും വേവലാതി കാണിച്ചു. നീ വിഷമിക്കല്ലേ, ഞാൻ ചാവുമെന്ന് പേടിച്ചിട്ട്. എൻ്റെ അമ്മയും അതെ, ഞാനൊന്ന് രാത്രി സങ്കടപ്പെട്ടാൽ നേരം വെളുക്കുമ്പോൾ ഇവിടെ എത്തിയിരിക്കും. ഞാനതുകൊണ്ട് അമ്മേനെ മുന്നിൽ ഞാനങ്ങനെ ഒന്നും വിഷമിക്കാറില്ല. ചില സമയത്ത് അറിയാണ്ട് വിഷമിച്ച് പോവും. അത് അമ്മയ്ക്ക് വേഗം പിടികിട്ടും. എൻ്റെ ഒരു ടോണ് മാറിയാൽ അമ്മയ്ക്ക് വേഗം പിടികിട്ടും കേട്ടോ. ഇത്രയും വിഷമം വന്നു പോയത് എനിക്ക് വന്നിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഓർത്തിട്ടാണ്. കാരണം എന്നോട് ഈ കള്ള് കുടിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനന്ന് കുറേ കരഞ്ഞു എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിച്ചത് അതിൻ്റെ മെയിൻ ആൾക്കാർ പറഞ്ഞിട്ടാണ് എനിക്ക് വിഷമമായി എന്നാണ് വിചാരിച്ചത്. അവരാരും എന്നെ വിഷമിപ്പിച്ചില്ല. അവരൊക്കെ എന്നെ ഭയങ്കര ഇതായിട്ടാണ് എന്നെ കൊണ്ടുപോയതും അതെ, കെയർ ചെയ്തതും അതെ. ഇവർ ഒരു സീന് ക്രിയേറ്റ് ചെയ്ത്, കാരണം ഇവൾ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒന്നുണ്ടായത്. ആ ഒരു ചോദ്യത്തിന് തിരിച്ചെനിക്കൊരു മറുപടി ഇന്ന് വരെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നിന്നെ എനിക്ക് അട്ടിക്കണം എന്ന് തന്നെ ആഗ്രഹമായിരുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവളാണ് എൻ്റെ അടുത്ത് ഇരുന്നത്. എന്തെങ്കിലും സ്മെല്ല് ഉണ്ടായോ എങ്കിൽ ആ നിമിഷം എന്തുകൊണ്ട് പറഞ്ഞില്ല? മൗത്ത് വാഷ് അടിക്കുന്നതും മൗത്ത് സ്പ്രേ ചെയ്യുന്നതും ചിലരുടെ ഒരു ഹാബിറ്റാണ്. എൻ്റെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ ടീത്ത് പോലും ക്ലീൻ ചെയ്തു. ഡോക്ടറിനോട് ഒരു കുഴപ്പമില്ലാത്ത ടീത്ത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്രയും നല്ല പല്ലാണ് എൻ്റെത്. പിന്നെ വന്നു പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം എന്താണെന്ന് പറയുക, പല്ലിൻ്റെ ഇടയെല്ലാം ഇങ്ങനെ ഇട വരുന്നുണ്ട്, ഗ്യാപ്പ് വരുന്നു. അങ്ങനെ ആയിരുന്നില്ല എൻ്റെ പണ്ടത്തെ പല്ല്. ഇതല്ല എൻ്റെത്, എൻ്റെ പല്ലല്ല. ഇവിടെ ഇത് കണ്ട നല്ല ഗ്യാപ്പ് വീഴുന്നു. പിന്നെ എൻ്റെ പല്ല് ഇങ്ങനെയല്ല, എൻ്റെ പല്ല് അടിച്ച പല്ലായിരുന്നു. എന്താ ഇപ്പോൾ പറഞ്ഞേ? അപ്പോൾ എൻ്റെ പല്ല് ഇങ്ങനെ അതിലേക്ക് ഭയങ്കര ഇതാണ്. ഞാൻ എന്നിട്ട് ഈ ഇടയ്ക്ക് ഡോക്ടറെ അടുത്ത്, അപ്പോൾ ആ ഡോക്ടർ പറയില്ലേ,
വേണ്ട അങ്ങനെ ഇരുന്നോട്ടെ. ഇല്ല ഞാൻ പോയിട്ട് ഞാൻ പല്ലിൽ ക്ലിപ്പിടും. എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് അങ്ങനെ വലിയ നമ്മളെ പല്ലകന്ന് കഴിയുമ്പോൾ നമ്മൾ ദൂരേക്ക് പോകുന്ന പറയില്ലേ, ഞാനിപ്പോൾ പോകില്ല. എൻ്റെ ബുള്ളറ്റ് വാങ്ങി ഞാൻ ദൂരെ പോകാൻ പോകില്ല. എനിക്ക് കുറച്ച് ഇതുണ്ട് മനസ്സിൽ. അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. എന്തായാലും ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് ഇടുന്ന പോകുള്ളൂ. ഇവിടെ ഉണ്ടാവും 10 കൊല്ലം വണ്ടിയുണ്ട്. വണ്ടിക്ക് ഓടിച്ച് തകർത്ത് എന്തായാലും 4-5 കൊല്ലത്തേക്ക് പോകില്ല കേട്ടോ. എൻ്റെ പല്ലൊക്കെ എൻ്റെ പല്ലെന്ന് എൻ്റെ വണ്ടിയൊക്കെ ഓടിച്ച് തകർത്ത് ഷൈൻ ചെയ്തിട്ട് പോകുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഇതിൽ കാണുന്നേക്കാളും ഞാൻ മോഡേണാണ് കേട്ടോ. എന്നാൽ പോലും ഞാൻ ഇതിൽ വരാത്തതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പലരും പല രീതിയിലായിരിക്കും ട്രോളുന്നത്. ഓരോരുത്തരെ എന്ന് വെച്ചാൽ നമ്മൾ ഈ കേരളത്തിലുള്ളവർക്ക് ഒരാളെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വയറ് കാണുകയോ ഒന്ന് നെഞ്ച് കാണിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വിലയിരുത്തി കഴിഞ്ഞു. ഇവളങ്ങനെയാണ് എന്നുള്ളത്. ഇവളിങ്ങനെയാണ്. നല്ല ഡ്രസ്സ് ഇട്ടാൽ അവൾ നല്ലവളും, ഇച്ചിരി ഇത് ബ്രസ്റ്റ് കാണുന്നതോ ഇച്ചിരി വയറ് കാണുന്നതോ ഇട്ട് കണ്ടാൽ അവൾ ചീത്തയും. അവർ വിലയിരുത്തി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, പിന്നെ പണ്ട് കാലത്ത് നമുക്ക് എപ്പോഴാണ് ഡ്രസ്സ് കിട്ടി തുടങ്ങിയത്? ശരി, നങ്ങയിലേക്ക് കാരണം നമുക്ക് മുല മറയ്ക്കാനുള്ള സാഹചര്യം കിട്ടി. എന്നാൽ പിന്നെ ഇപ്പോഴും മുല മറച്ചുകൂടെ എന്നല്ലേ? ഇപ്പോൾ ഉള്ള എല്ലാവരും ഇപ്പോൾ പുതിയ ട്രെൻഡുകളാണ്. നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ്. ഞാൻ തിരിയുന്നത് മോഡലിങ്ങിലേക്കോ അല്ലെങ്കിൽ ഫിലിമിലേക്കോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്കോ. എന്നാലും ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഗുജറാത്തിലും മുംബൈയിലൊക്കെ ഉണ്ട്. ഞാൻ അന്നേ മോഡേൺ ഡ്രസ്സുകളാണ് ഞാൻ ഇടുന്നത്. എനിക്ക് തിരിച്ച് എല്ലാ ഡ്രസ്സും ഇടും. മോഡേൺ തൊട്ട് എല്ലാ കുപ്പായങ്ങളും ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ എന്ന് വെച്ചിട്ട് എൻ്റെ ക്യാരക്ടർ മോശമാണോ, ഞാൻ ദുഷ്ടത്തിയാണോ അങ്ങനെ ഇടുന്നുണ്ടോ എന്ന് ചിന്തിച്ചേ.